നമസ്കാരം. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സീരീസിൽ ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. മറ്റു രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ ഭാഗം പൂർത്തിയാക്കും. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായിട്ട് ആസ്ഥ അക്കാഡമി കേരള എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്ന് നമുക്ക് തിരുവിതാംകൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രക്ഷോഭത്തിലോട്ട് വരാം. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം 1938 അപ്പോൾ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആര് അല്ലെങ്കിൽ ഏത് സംഘടന എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് 1938 ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതും 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് രൂപം കൊണ്ടു എന്നുള്ളത് ഒരുപാട് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അത് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ പട്ടം താണുപിള്ളയാണ്. ആദ്യ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ PS നടരാജപിള്ളയാണ്. എന്താണ് പേര്? PS നടരാജപിള്ള. വേണ്ടത്ര വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വ്യക്തിത്വമാണ്. പക്ഷെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? PS നടരാജപിള്ള. അപ്പൊ അതുകൊണ്ട് ഓർത്തു വയ്ക്കണം, PS നടരാജപിള്ള സെക്രട്ടറി ആയിരുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉത്തരം പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള എന്ന് ഉത്തരം എഴുതണമെങ്കിൽ എങ്ങനെ ചോദിക്കണം? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കണം. അതേസമയം സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ അത് PS നടരാജപിള്ളയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ പരീക്ഷകൾക്ക് വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ദേശസേവിക സംഘം. ദേശസേവിക സംഘം താഴെ തന്നിരിക്കുന്ന ഏത് സംഘടനയുടെ വനിതാ വോളണ്ടിയർ വിഭാഗമാണ് എന്നായിരിക്കും ചോദിക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വോളണ്ടിയർ വിഭാഗമാണ് ദേശസേവിക സംഘം. അല്ലെങ്കിൽ ദേശസേവിക സംഘം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാലും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകളെ കൂടി ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് നിന്ന ഒരു വനിതയുണ്ട്, അക്കാമ ചെറിയാൻ. ആ അക്കാമ ചെറിയാൻ രൂപം കൊടുത്ത വനിതാ വോളണ്ടിയർ വിഭാഗമാണ് ഏത്? ദേശസേവിക സംഘം. അപ്പോൾ പഠിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കുന്നത് 1938 അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. ആദ്യ സെക്രട്ടറി PS നടരാജപിള്ളയാണ്. ദേശസേവിക സംഘം എന്ന് പറയുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വനിതാ വോളണ്ടിയർ വിഭാഗമാണ്. ദേശസേവിക സംഘത്തിന് രൂപം കൊടുത്തത് അക്കാമ ചെറിയാനാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിലോട്ട് വരാം. എന്താണ് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം? അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പൗരസമത്വവാദ പ്രക്ഷോഭം. അല്ലെ, അതിന്റെ കാരണം എന്താണ്? അതിനു മുമ്പ് മലയാളി മെമ്മോറിയലിന്റെ കാരണം എന്താണ്? അതിനു മുമ്പ് ഈഴവ മെമ്മോറിയലിന്റെ കാരണം എന്താണ്? അല്ലെ, എതിർ മെമ്മോറിയൽ, ഇതിന്റെയൊക്കെ കാരണം എന്താണ്? അല്ലെ, അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാരണം എന്താണ്? അതിന്റെ ഫലങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് ഈ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടത്. അതുപോലെ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം, അതിന് പിന്നിലുള്ള പശ്ചാത്തലം, ആ പ്രക്ഷോഭത്തിലോട്ട് നയിച്ച പശ്ചാത്തലം എന്തെന്ന് മനസ്സിലാക്കി വെക്കണം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതാണ്: ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ സ്വയം ഭരണം അനുവദിച്ചു. ബ്രിട്ടീഷ്
ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ സ്വയം ഭരണം അനുവദിച്ചു. ഇന്ത്യ മൊത്തമായിട്ട് ബ്രിട്ടീഷുകാർ തന്നെ ഭരിക്കും. അതേസമയം ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ മന്ത്രിസഭ ഉണ്ടാവും. അവിടെ ഈ പറഞ്ഞ അതാത് നാട്ടുകാർക്ക് തന്നെ മന്ത്രിമാരായിട്ട് മാറാൻ പറ്റും. അതായത് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നു. ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി പോലുള്ളവ എന്താണ്, ബ്രിട്ടീഷ് പ്രവിശ്യകളായിരുന്നില്ലേ? അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമായിരുന്നില്ലേ? അത് നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പോൾ ആ സംവിധാനം എവിടെ പ്രാബല്യത്തിൽ വന്നില്ല? നാട്ടുരാജ്യങ്ങളിൽ പ്രാബല്യത്തിൽ വന്നില്ല. അപ്പോൾ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ സ്വയം ഭരണം വന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം. അതുപോലെ ഇവിടെ ഈ നാട്ടുരാജ്യങ്ങളിലും ജനാധിപത്യ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതായത് ജനങ്ങൾക്കും സാധാരണക്കാർക്കും എന്താണ്, മന്ത്രിസഭയിൽ അംഗമാകാൻ പറ്റണം, അല്ലെ? അപ്പൊ അത് രാജാവിന്റെ ഭരണമല്ല, മന്ത്രിമാരുടെ ഒരു ഭരണം. അതായത് ഈ പറഞ്ഞ ജനങ്ങൾ അംഗങ്ങളായിട്ട് എന്തുണ്ടാവണം, മന്ത്രിസഭ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. അപ്പൊ അതിന് പശ്ചാത്തലമായിരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്, അല്ലെ? പ്രവിശ്യകളിലെ സ്വയം ഭരണം, പ്രവിശ്യകൾക്ക് സ്വയം ഭരണം കൊടുത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സർക്കാരിലെ ജനങ്ങൾക്ക് പങ്കാളിത്തം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമമായിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂറിലും ഉത്തരവാദിത്ത ഭരണം വേണം എന്നാവശ്യപ്പെട്ട പ്രക്ഷോഭമാണ് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം 1938. വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമാണ് തിരുവിതാംകൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അത് എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രക്ഷോഭം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ AKG ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലോട്ട് ഒരു മാർച്ച് നടത്തി. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തോട്ട് മാർച്ച് നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് AKG ആണ്. AKG തിരുവിതാംകൂറിൽ എത്തിയില്ല, അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. എങ്കിലും അതൊരു ചോദ്യമാണ്. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലോട്ട് മാർച്ച് നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ AKG ആണ്. അതുപോലെ തന്നെ മധുരയിൽ നിന്ന് തിരുവിതാംകൂറിലോട്ട് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് എവിടോട്ട്, തിരുവിതാംകൂറിലോട്ട് ജാഥ നയിച്ചത് ആരെന്ന് ചോദിച്ചാൽ ശിവരാജ പാണ്ഡ്യനാണ്. ശിവരാജ പാണ്ഡ്യൻ അദ്ദേഹവും അറസ്റ്റിലായി, പിന്നീട് ലോക്കപ്പിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ അത് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മധുരയിൽ നിന്ന് തിരുവിതാംകൂറിലോട്ട് ജാഥ നയിക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ലോക്കപ്പിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തത് ആര് എന്ന് ചോദിച്ചാല് അത് ആരാണ്? ശിവരാജ പാണ്ഡ്യനാണ്. അപ്പൊ കോഴിക്കോട് നിന്ന് AKG മാർച്ച് നടത്തി, മധുരയിൽ നിന്ന് ശിവരാജ പാണ്ഡ്യൻ മാർച്ച് നടത്തി, ഈ പറഞ്ഞ പ്രക്ഷോഭത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭമൊക്കെ നടക്കുമ്പോൾ പട്ടംതാണു പിള്ളയെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലായി. പിന്നെ അതിനെ നയിച്ചത് ഒരു വനിതയാണ്. ആ വനിതയുടെ പേര് നിങ്ങൾക്ക് അറിയാം, അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ. അപ്പൊ അതിലെ അക്കാമ ചെറിയാന്റെ കാര്യം പറയുമ്പോൾ ഓർത്തോണം, രാജധാനി മാർച്ച്, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രാജധാനി മാർച്ചിന് നേതൃത്വം കൊടുത്തത് ആര്? അപ്പോ ആണുങ്ങളാരുമില്ല, ഒരുവിധപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലായി പോയി. അപ്പൊ പിന്നെ നേതൃത്വം കൊടുത്തത് ഈ വനിതയാണ്, അക്കാമ ചെറിയാൻ. രാജധാനി മാർച്ച് തിരുവനന്തപുരത്തെ തമ്പാനൂരിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിലോട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും അവിടുത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഒന്ന് ഉറച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു മാർച്ചായിരുന്നു. ഏത്? രാജധാനി മാർച്ച്. അപ്പൊ അതിലൂടെ ശ്രദ്ധേയായിട്ടുള്ള ഒരു വനിതയാണ് അക്കാമ ചെറിയാൻ. ആ അക്കാമ ചെറിയാനെ ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ട് തിരുവിതാംകൂറിലെ താൻസി റാണി. തിരുവിതാംകൂറിലെ താൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാല് അത് ആരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ അക്കാമ ചെറിയാന്റെ ഒരു പ്രതിമ ആ വെള്ളയമ്പലം ഭാഗത്തുണ്ട്. തിരുവനന്തപുരത്ത് കവടിയാർ കൊട്ടാരത്തിലോട്ട് പോകുന്ന ആ വഴിക്ക് വെള്ളയമ്പലത്തായിട്ട് അക്കാമ ചെറിയാന്റെ പ്രതിമയുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിന്റെ താൻസി റാണി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അത് അക്കാമ ചെറിയാനാണ്. അവരെ അങ്ങനെ വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ അത് മഹാത്മാ ഗാന്ധിയാണ്. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷ നടന്നപ്പോഴത്തേക്കും അവരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അക്കാമ ചെറിയാൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ആർ പാർവതി ദേവിയാണ്. ആർ പാർവതി ദേവിയാണ്. നിലവിലെ PSC അംഗമാണ് ആർ പാർവതി ദേവി. അതുപോലെ തന്നെ നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയുടെ ഭാര്യയുമാണ് ആർ പാർവതി ദേവി. അപ്പൊ അത് കഴിഞ്ഞ
കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിന്റെ താൻസി റാണി അല്ലെ. അതുപോലെ അക്കാമ ചെറിയാൻ എന്ന പുസ്തകത്തിന്റെ രചയിത ആരും ചോദിച്ചാൽ ആർ പാർവതി ദേവി എന്ന് പറയണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ജീവിതം ഒരു സമരം ആരുടെ ആത്മകഥയാണ്? ജീവിതം ഒരു സമരം എന്നത് ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ അത് അക്കാമ ചെറിയാന്റെ ആത്മകഥയാണ്. അക്കാമ ചെറിയാനാണ് ദേശസേവിക സംഘം സ്ഥാപിച്ചത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നവോത്ഥാന ഭാഗത്ത് പഠിക്കും. നവോത്ഥാന ഭാഗത്ത് കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വനിതകളുടെ കൂട്ടത്തിൽ അക്കാമ ചെറിയാനെയും പഠിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവിടെ പഠിക്കും. ഇപ്പൊ നമ്മൾ തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ വഴിമാറിപ്പോണ്ട. എന്തായാലും അക്കാമ ചെറിയാനാണ് ദേശസേവിക സംഘത്തിന്റെ സ്ഥാപക അല്ലെ, അല്ലെങ്കിൽ ദേശസേവിക സംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് അക്കാമ ചെറിയാനാണ്. ജീവിതം ഒരു സമരം എന്നത് അവരുടെ ആത്മകഥയാണ്. അപ്പൊ അതാണ് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം. എന്തായാലും അതിന്റെ ഫലമായിട്ട് 948 തിരുവിതാംകൂറില് ഒരു സർക്കാർ ഉണ്ടായി. അതിന്റെ തലവനായിരുന്നത് പട്ടം താണുപിള്ളയാണ് അല്ലെ. തിരുവിതാംകൂറിലെ ആദ്യ ജനകീയ സർക്കാരിൽ മുഖ്യമന്ത്രി ആയത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയത് ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പട്ടം താണുപിള്ള എന്ന് പറയും. അപ്പൊ ആ കാര്യം അവിടെ മനസ്സിലാക്കി വെക്കുക. ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം നടന്നതുപോലെ തന്നെ കൊച്ചിയിലും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം നടന്നു. കൊച്ചിയിലും ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം നടന്നു. അതായത് കൊച്ചിയിലും എന്താണ്, അവിടെയും ജനങ്ങൾക്ക് മന്ത്രിസഭയിൽ പങ്കാളിത്തം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം നടന്നു. അതിനെ നയിച്ചത്, കൊച്ചിയിൽ ആ പ്രക്ഷോഭം നയിച്ചത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന സംഘടനയാണ്. കൊച്ചിയിൽ ആ പ്രക്ഷോഭത്തെ നയിച്ചത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ്. നമുക്ക് അതിനകത്തോട്ട് വരാം. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ പറയാം. വേറെ നിങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും കേട്ടിട്ടുണ്ട് 1936 കൊച്ചിയിലെ വൈദ്യുത സമരം. കൊച്ചിയിലെ വൈദ്യുത സമരം എന്താണ്? കൊച്ചിയിലെ വൈദ്യുത സമരം എന്ന് കേൾക്കുന്നത് കൊച്ചി രാജ്യം അല്ലെ, കൊച്ചി എന്ന് പറയുന്ന രാജ്യമാണ്. കൊച്ചി രാജ്യത്ത് നടന്ന വൈദ്യുത സമരം. ആ വൈദ്യുത സമരം നടന്നത് കൊച്ചി രാജ്യത്തിൽ എന്ന് പറയുമ്പോൾ കൃത്യം എവിടെയാണ്? തൃശ്ശൂരാണ്. കൊച്ചി രാജ്യം എന്ന് പറയുമ്പോൾ കൃത്യം തൃശ്ശൂരിലാണ്, തൃശ്ശൂർ പട്ടണത്തില് അല്ലെ. അവിടെ ആ സമരത്തിന് കാരണം എന്താണ്? കൊച്ചിയിലെ വൈദ്യുതി സമരം, ഇലക്ട്രിസിറ്റി അഗിറ്റേഷൻ. ആ സമരത്തിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ നഗരത്തിലെ വൈദ്യുത വിതരണത്തിന്റെ ചുമതല ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിക്കുന്നു? RK ഷൺമുഖൻ ചെട്ടി അവിടുത്തെ ദിവാൻ ശ്രമിക്കുന്നു അല്ലെ. കൊച്ചിയിലെ വൈദ്യുത വിതരണത്തിന്റെ ചുമതല ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനിക്ക് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ കൊച്ചിയിലെ ദിവാനായിട്ടുള്ള RK ഷൺമുഖൻ ചെട്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഏത്? കൊച്ചിയിലെ വൈദ്യുത സമരം. ശ്രദ്ധിച്ചു വെക്കണം, വൈദ്യുത സമരം നടന്നത് കൊച്ചി രാജ്യത്തിലാണ്. കൊച്ചി രാജ്യത്തിൽ എവിടെയാണ് വൈദ്യുത സമരം നടന്നത് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. അത് തൃശ്ശൂരാണ്. ഏത് കൊല്ലമാണ്? 1936 ആ സമയത്ത് ദിവാൻ ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. എന്തായാലും കൊച്ചിയിലെ വൈദ്യുത സമരം, ആ പ്രക്ഷോഭം വളരെ ശക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷൺമുഖം ചെട്ടിക്ക് അദ്ദേഹത്തിന്റെ നിലപാടുകൾ പിന്നീട് മാറ്റേണ്ടതായിട്ട് വന്നു. കൊച്ചിയിലെ വൈദ്യുത സമരം വലിയ വിധത്തിൽ വിജയകരമാണ്. അതുപോലെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ഈ പറഞ്ഞ സമരം പിന്നീട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലെ ക്രിസ്ത്യാനികളൊക്കെ കോൺഗ്രസുമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് അടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സമരമായിട്ട് കൂടി ഏതിനെ പറയാം? 1936 കൊച്ചിയിലെ വൈദ്യുത സമരത്തെ നമുക്ക് പറയാം. അതായത് കൊച്ചി രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ട് അടുക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് കൂടി മാറിയ ഒരു സമരമാണ് എന്നുള്ള പ്രത്യേകത കൂടി കൊച്ചിയിലെ വൈദ്യുത സമരത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് വീണ്ടും കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ കൊച്ചി രാജ്യത്തിലെ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അത് 1941 1941 ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 ഇത് 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപം കൊള്ളുന്നത്. അവിടെ മനസ്സിലാക്കേണ്ടത്, ആ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി, കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരും ചോദിച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ അല്ലെ. ഇവിടെ തിരുവിതാംകൂർ സ്റ്റേറ്റ്
സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് PS നടരാജപിള്ളയാണ്. ഇവിടെ ഇതിന്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. VR കൃഷ്ണൻ എഴുത്തച്ഛൻ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു. അതേസമയം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ S നീലകണ്ഠ അയ്യരാണ്. അപ്പോ VR കൃഷ്ണൻ എഴുത്തച്ഛനും S നീലകണ്ഠ അയ്യരും ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊച്ചി രാജ്യ പ്രജാമണ്ഡലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ നീലകണ്ഠ അയ്യരാണ്. സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പറഞ്ഞ സംഘടന പിന്നീട് പുറത്തിറക്കിയ ഒരു പത്രമുണ്ട്, ദീനബന്ധു. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഒരു പത്രമാണ് ഏത്? ദീനബന്ധു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ഏത് പത്രമാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ദീനബന്ധുവാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ആ സംഘടന എന്തിനു വേണ്ടി രൂപം കൊണ്ടുവോ ആ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അതായത് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭമാണല്ലോ, ആ ലക്ഷ്യം ആ സംഘടന നേടി. ഒടുവിൽ ലക്ഷ്യം നേടിയതിനെ തുടർന്ന് പിരിച്ചുവിടപ്പെട്ട സംഘടനയാണ്. ലക്ഷ്യം നേടിയതിനെ തുടർന്ന് പിരിച്ചുവിടപ്പെട്ട സംഘടന കൂടിയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പിന്നീട് കോൺഗ്രസിലെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഏത് ലയിച്ചു? കോൺഗ്രസിനകത്ത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ലയിച്ചു. അപ്പൊ അവിടെ ദീനബന്ധു എന്നുള്ള പത്രം ഓർത്തു വെക്കുക. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പത്രമായിരുന്നു ഏത്? ദീനബന്ധു. അപ്പൊ അത്രയും കാര്യം അവിടെ ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് ജനകീയ പ്രക്ഷോഭങ്ങളിലോട്ട് വരണം. നമ്മൾ മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ പഠിച്ചപ്പോൾ അവിടെയും കുറെ ജനകീയ പ്രക്ഷോഭങ്ങൾ പഠിച്ചിരുന്നു അല്ലെ? കരിവള്ളൂർ സമരം, കാവുംബായി സമരം, അങ്ങനെ കുറച്ച് പ്രക്ഷോഭങ്ങൾ പഠിച്ചിരുന്നു. അതുപോലെ തിരുവിതാംകൂറിന്റെ കാര്യത്തിലും ഒന്ന് രണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളുണ്ട്. അതിൽ ഒരു പ്രക്ഷോഭമാണ് കല്ലറ പാങ്ങോട് പ്രക്ഷോഭം. വളരെ പ്രധാനപ്പെട്ടതാണ് കല്ലറ പാങ്ങോട് പ്രക്ഷോഭം. വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എങ്ങനെ, ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് 39 സമരങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 39 സമരങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുള്ള സമരങ്ങൾ. അതിലെ 26ാം സ്ഥാനത്തുള്ള സമരമാണ് ഏത്? 938 നടന്ന കല്ലറ പാങ്ങോട് സമരം. വേണ്ടത്ര വിധത്തിൽ ചർച്ച ചെയ്യാതെ പോയ ഒരു സമരം കൂടിയാണ് ഏത്? കല്ലറ പാങ്ങോട് സമരം. അപ്പൊ ആ കല്ലറ പാങ്ങോട് സമരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ അത് കർഷകരും നാട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അവിടെ ചന്തയാണ്. കല്ലറ പാങ്ങോട് പോലുള്ള സ്ഥലത്ത് ചന്തകളുണ്ട്. അപ്പൊ ആ ചന്തകളിലോട്ട് കർഷകർ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കും. അപ്പൊ അവിടോട്ട് പ്രവേശിക്കണമെങ്കിൽ കർഷകർ ടാക്സ് കൊടുക്കണം, ചുങ്കം കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ചുങ്കം ഭീകരമായ രീതിയിൽ എന്ത് ചെയ്തു? സർക്കാർ ഉയർത്തി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ ഉയർത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും കർഷകരും അതുപോലെ തന്നെ നാട്ടുകാരും സംഘടിച്ചു. അത് വലിയ പ്രശ്നമായിട്ട് പിന്നീട് മാറി. സർക്കാരിനെതിരെയായിട്ടുള്ള ഒരു വലിയ ലഹളയായിട്ട് അത് മാറി. അതാണ് കല്ലറ പാങ്ങോട് സമരം. ആ കല്ലറ പാങ്ങോട് സമരത്തെ തുടർന്ന് പിന്നീട് 2 പേരെ സർക്കാർ തൂക്കിലേറ്റുകയും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു സമരമാണ് ഏത്? കല്ലറ പാങ്ങോട് സമരം. അപ്പോൾ കല്ലറ പാങ്ങോട് സമരം നടന്നതെന്ന് ആദ്യം പഠിക്കണം. 1938 എന്താണ് അതിനുള്ള കാരണം എന്ന് പഠിക്കണം. അതായത് അവിടുത്തെ ചന്തകളിൽ കർഷകർക്ക് സാധനം വിൽക്കുന്നതിന് ഭീമമായിട്ടുള്ള തുക നൽകേണ്ടി വന്ന സാഹചര്യത്തിലുണ്ടായ പ്രതിഷേധമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു സമരം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ആ സംഭവത്തിൽ 2 പേർ തൂക്കിലേറ്റപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലെ? അതായത് കല്ലറ പാങ്ങോട് സംഭവത്തിൽ 2 പേര് പിന്നീട് തൂക്കിലേറ്റപ്പെട്ടു. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണൻ. കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണൻ. ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ രീതി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് അല്ലെ? അപ്പൊ കൊച്ചാപ്പി പിള്ള, പട്ടാളം കൃഷ്ണൻ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ കല്ലറ പാങ്ങോട് സമരമാണ്. ഈ കല്ലറ പാങ്ങോട് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ CPയുടെ പോലീസും ആയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് ആണ് ഏത്? കല്ലറ പാങ്ങോട് സമരം. അപ്പൊ ആ കാര്യം അവിടെ
ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സമരം, അതും 1938 നടക്കുന്നത്. കടയ്ക്കൽ സമരം. ഏതാണ്? കടയ്ക്കൽ സമരം. കല്ലറ, പാങ്ങോട് എന്ന് പറയുന്നത് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലുള്ള സ്ഥലങ്ങളാണ്. കല്ലറ, പാങ്ങോട് 2 സ്ഥലങ്ങളാണ്. അതേസമയം കടയ്ക്കൽ എന്ന് പറയുന്നത് ഇന്നത്തെ കൊല്ലം ജില്ലയിൽ വരുന്ന ഒരു സ്ഥലമാണ് കടയ്ക്കൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലറയും പാങ്ങോട്, ആ പറഞ്ഞ സ്ഥലവും അതുപോലെ കടയ്ക്കലും തമ്മിൽ വലിയ ദൂര വ്യത്യാസമൊന്നുമില്ല, അടുത്തടുത്ത സ്ഥലമാണ്, പക്ഷെ 2 ജില്ലയിലാണ് ഇന്ന്. അപ്പോൾ 1938 കടയ്ക്കൽ സമരം നടക്കുന്നത്. കല്ലറ പാങ്ങോട് സമരം, ആ സമരത്തിന് എന്തായിരുന്നു കാരണം? അതൊക്കെ തന്നെയാണ് ഏത് സമരത്തിനും കാരണം? കടയ്ക്കൽ സമരത്തിനും കാരണം. അതായത് എങ്ങനെയാണ് കർഷകര് ചന്തയിലോട്ട് സാധനം വിൽക്കാനായിട്ട് വരുമ്പോൾ കൂടുതൽ നികുതി, ചുങ്കം കൊടുക്കേണ്ടി വന്നു, അല്ലെ? അപ്പൊ അതാണ് കല്ലറ പാങ്ങോട് പ്രക്ഷോഭം ഉണ്ടായത്. അപ്പൊ അതിൽ നിന്ന് പ്രേരണ ഉണ്ടായിട്ട് കടയ്ക്കൽ സംഭവിച്ച സമരമാണ് ഏത്? 1938 കടയ്ക്കൽ സമരം. അവിടെ ഒരു കാര്യം ഓർത്തോണം, കടയ്ക്കൽ സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ ഏത് സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു? ഇപ്പോ കല്ലറ പാങ്ങോട് സമരം ഏതെങ്കിലും ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണെന്ന് പറയാനായിട്ട് പറ്റൂല. കർഷകരും നാട്ടുകാരും പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഒന്നിച്ചുകൂടി നടത്തിയ ഒരു പ്രക്ഷോഭമാണ്. പക്ഷേ കടയ്ക്കൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് 1938 കടയ്ക്കൽ സമരം. ആ കടയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട് 2 നേതാക്കളെ മനസ്സിലാക്കി വെക്കണം. ഒന്ന് രാഘവൻ പിള്ള, വേറൊന്ന് കാളിയമ്പി. അപ്പോൾ രാഘവൻ പിള്ള, കാളിയമ്പി എന്നിവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1938 കടയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊല്ലം ജില്ല. രാഘവൻ പിള്ള, കാളിയമ്പി, അല്ലെ? ഈ രാഘവൻ പിള്ള വേറൊരു പേരിലും അറിയപ്പെടും, ഫ്രാങ്കോ രാഘവൻ പിള്ള. അപ്പോൾ ഫ്രാങ്കോ രാഘവൻ പിള്ള താഴെ തന്നിരിക്കുന്ന ഏത് സമരത്തെ നയിച്ച ആളാണ്, അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രാങ്കോ രാഘവൻ പിള്ള കടയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1938 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് വേറൊരു വിശേഷണം കൂടിയുണ്ട്, കടയ്ക്കൽ സ്റ്റാലിൻ. കടയ്ക്കൽ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാലും അതാരാണ്? ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. വേറൊരു കാര്യം കൂടി ഇവിടെ ഓർത്തു വയ്ക്കണം, ഇതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു സമരമാണ് കടയ്ക്കൽ സമരം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഈ കടയ്ക്കൽ സമരമൊക്കെ നടക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം 1921 മലബാർ കലാപം നടന്നപ്പോൾ കലാപകാരികള് പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ പുറത്താക്കുകയും ഒരു ഖിലാഫത്ത് ഗവൺമെന്റ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെ? മലബാറിൽ. അതുപോലെ കടയ്ക്കൽ സമരം നടക്കുന്ന സമയത്ത് ആ ഭാഗത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ ഒഴിപ്പിച്ച് ഒരു ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇവിടെ ഈ പറഞ്ഞ വിപ്ലവകാരികൾക്ക്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ കടയ്ക്കൽ സമരത്തില്, കടയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശം തിരുവിതാംകൂറിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ച ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് പറയാം. പിന്നീട് അതിനെ ഈ പറഞ്ഞ സർക്കാർ എന്ത് ചെയ്തു? അടിച്ചമർത്തി. അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഏതിനുണ്ട്? കടയ്ക്കൽ സമരത്തിനുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ജനകീയ പ്രക്ഷോഭം, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിരിക്കുന്ന ഒരു ജനകീയ പ്രക്ഷോഭമാണ് 1946 പുന്നപ്ര വയലാർ സമരം, അല്ലെ? 1946 പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു സമരം തന്നെയാണ്. ഏത്? 1946 പുന്നപ്ര വയലാർ സമരം, അല്ലെ? പുന്നപ്ര വയലാർ സമരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യർ, തിരുവിതാംകൂർ ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരായിട്ടുള്ള കർഷകരുടെയും കമ്മ്യൂണിസ്റ്റുകളുടെയും സമരമായിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം. അപ്പൊ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം, അത് അല്ലെ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമരം പുന്നപ്ര വയലാർ സമരം. അതിന്റെ മുദ്രാവാക്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ താഴെ തന്നിരിക്കുന്ന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് അത് പുന്നപ്ര വയലാർ സമരമാണ്. അവിടെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, 500ഓളം തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഒരു സമരമാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ഏറ്റുമുട്ടലുകൾ നടന്നു. ആ ദിവസം പറ്റുമെങ്കിൽ ഓർത്തു വയ്ക്കുക, 1946 ഒക്ടോബർ 24
1946 ഒക്ടോബർ 27, 1946 ഒക്ടോബർ 24, ഒക്ടോബർ 27 എന്നിങ്ങനെ 2 ദിവസങ്ങളിലായിട്ട് തൊഴിലാളികളും അതുപോലെ കർഷകരും പോലീസുമായിട്ട് CPയുടെ പോലീസുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. അപ്പൊ അതാണ് 1946 പുന്നപ്ര വയലാർ സമരം. അതിൽ 1946 ഒക്ടോബർ 24 ഏറ്റുമുട്ടൽ നടന്നത് പുന്നപ്രയിലാണ്. എവിടെയാണ്? പുന്നപ്ര. പുന്നപ്ര എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിലാണ്. പുന്നപ്ര ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലാണ്. ഒക്ടോബർ 24 അവിടെ പോലീസും കർഷകരും കമ്മ്യൂണിസ്റ്റുകാരും എന്ത് ചെയ്യുന്നു? ഏറ്റുമുട്ടുന്നു. ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു. അതുപോലെ ഒക്ടോബർ 27 ഇതുപോലെ പോലീസും കർഷകരും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വയലാറിലുണ്ടാകുന്നു. വയലാർ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഒരു സ്ഥലമാണ്. അത് ചേർത്തല താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ്. അത് ചേർത്തല താലൂക്കിലാണ്. അപ്പോൾ 1946 ഒക്ടോബർ 24, ഒക്ടോബർ 27 ആയിട്ടാണ് ഈ പറഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഇത് നടന്നത് ഒക്ടോബറിലാണ് അല്ലെ? പ്രധാനമായിട്ട് ആൾക്കാർ കൊല്ലപ്പെട്ടത്, ആ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് ഒക്ടോബറിലാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സമരത്തിനെ, ഏതിനെ? പുന്നപ്ര വയലാർ സമരത്തിനെ കേരളത്തിലെ ഒക്ടോബർ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കും. കേരളത്തിലെ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്ന സമരം ഏതെന്ന് ചോദിച്ചാൽ അത് പുന്നപ്ര വയലാർ സമരമാണ്. ആ സമരത്തിന്റെ നായകൻ, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നായകൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ വയലാർ സ്റ്റാലിൻ, കുറച്ചുകൂടി നല്ലത് അതാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ CK കുമാരപ്പണിക്കറാണ്. CK കുമാരപ്പണിക്കറാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് CK കുമാരപ്പണിക്കർ, വയലാർ സ്റ്റാലിൻ. അപ്പോ കേരളത്തിന്റെ ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത് അല്ലെങ്കിൽ സമരം ഏത്? പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നും അറിയും. മലയാള മാസം നോക്കുമ്പോൾ തുലാം 10 സമരം എന്നും അറിയും. അപ്പോ ഒക്ടോബർ വിപ്ലവം, തുലാം 10 സമരം എന്നിങ്ങനെ അറിയപ്പെടുന്ന സമരം 1946 പുന്നപ്ര വയലാർ സമരം. ഞാൻ പറഞ്ഞു ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞു അല്ലെ? സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1998 പുന്നപ്ര വയലാർ സമരത്തിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. വർഷം പ്രധാനമാണ് 1998. അന്ന് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ IK ഗുജ്റാൾ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ 1998 ഏത്? പുന്നപ്ര വയലാർ സമരത്തിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. അപ്പൊ അതവിടെ ഓർക്കണം. ഇനി സാധാരണഗതിയിൽ ഇവിടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവൽ ഏത്? പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ നോവൽ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തലയോട് എന്നുള്ളതാണ്. ഏതാണ് ആ നോവലിന്റെ പേര്? തലയോട്. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തകഴി എഴുതിയ പ്രധാനപ്പെട്ട നോവലാണ് തലയോട്. അതുപോലെ തന്നെ P. കേശവദേവ് എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. P. കേശവദേവും പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലുണ്ട്, ഉലക്ക. അപ്പോ പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉലക്ക എന്ന നോവൽ രചിച്ചത് ആരും ചോദിച്ചാൽ അത് P. കേശവദേവാണ്. അതുപോലെ തലയോട് എന്ന് പറയുന്ന നോവൽ രചിച്ചത് ആരും ചോദിച്ചാൽ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്, ഉഷ്ണരാശി. അപ്പോ കരപ്പുറത്തിന്റെ ഇതിഹാസം, ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നാണ് ആ നോവലിന്റെ പേര്. അതും പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. 2018 വയലാർ അവാർഡ് നേടിയ നോവൽ കൂടിയാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. അത് എഴുതിയതാരെന്ന് ചോദിച്ചാൽ അത് KV മോഹൻകുമാറാണ്. KV മോഹൻകുമാറാണ് ഉഷ്ണരാശി എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നത്. പശ്ചാത്തലം ഏത് തന്നെയാണ്? അത് പുന്നപ്ര വയലാർ സമരമാണ്. അതുപോലെ നല്ല ഒരു ചോദ്യമാണ്, വയലാർ ഗർജിക്കുന്നു. ഇതൊരു കവിതയാണ്. വയലാർ ഗർജിക്കുന്നു പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് എന്ന് അതിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാം, വയലാർ ഗർജിക്കുന്നു അല്ലെ? ഈ കവിത രചിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു പേരാണ് P. ഭാസ്കരൻ. ആരാണ്? P. ഭാസ്കരൻ. അപ്പൊ P. ഭാസ്കരൻ എഴുതിയ കവിതയാണ് വയലാർ ഗർജിക്കുന്നു. അപ്പൊ ഇതൊന്നും മാറി
മാറിപ്പോകാതെ നോക്കുക. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ഒരു സ്കെച്ചാണ്. നമ്മൾ തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കണം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഇതിനകത്ത് ചില കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് വൈക്കം സമരത്തെ കുറിച്ച് പറഞ്ഞോ, ഇതിനകത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് പറഞ്ഞോ, ഇതിനകത്ത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞോ, കൽപ്പാത്തി സമരം, ശുചീന്ദ്രം സമരം പോലുള്ളവയെ കുറിച്ചൊന്നും ഞാൻ ഇതിനകത്ത് പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ് പറയാത്തത്? നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ പഠിച്ചു, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേശീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതിനകത്ത് വരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, കൽപ്പാത്തി സമരം, അല്ലെ ശുചീന്ദ്രം സമരം, ഇതുപോലുള്ള ഇതൊക്കെ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ക്ഷേത്രപ്രവേശന സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ കേരളത്തിലെ അയിത്തോച്ചാടന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അതെല്ലാം കൂടി നമുക്ക് വേറൊരു ഭാഗത്ത് പഠിക്കും. കേരളത്തിലെ അയിത്തോച്ചാടന പ്രസ്ഥാനം എന്നുള്ള ടോപ്പിക്കിന്റെ കീഴിൽ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇനി ഇതിന്റെ ബാക്കിയായിട്ട് എന്ത് കാര്യമാണ്? ഇപ്പൊ നമ്മൾ 948 വരെയുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് നിൽക്കാണ്. അതിന്റെ ബാക്കിയായിട്ട് ഇനി എന്താണ്? ഇനി ഐക്യ കേരളമാണ്. തിരുവിതാംകൂറും കൊച്ചിയും കൂടി യോജിക്കുന്നു, തിരുക്കൊച്ചിയായിട്ട് മാറുന്നു. 1949 അല്ലെ ജൂലൈയിൽ തിരുക്കൊച്ചിയായിട്ട് മാറുന്നു. പിന്നീട് എന്തായിട്ട് മാറുന്നു? പിന്നീട് മലബാറും കൂടി ചേർത്ത് കേരളവുമായിട്ട് മാറുന്നു. അപ്പോൾ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഐക്യ കേരള പ്രസ്ഥാനം. എങ്ങനെയാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണം നടന്നത്, അതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് പഠിക്കണം. അതാണ് ഐക്യ കേരള പ്രസ്ഥാനം. അപ്പോൾ ഈ പഠിച്ചതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അയിത്തോച്ചാടന പ്രസ്ഥാനം, വേറൊന്ന് ഐക്യ കേരള പ്രസ്ഥാനം. അത് രണ്ടും ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് പല ഭാഗത്തായിട്ട് നമ്മൾ ഒഴിവാക്കിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും. ഇനി അത് കഴിഞ്ഞിട്ട് കേരള നവോത്ഥാനം. കേരള നവോത്ഥാനത്തിൽ ഒരുപാട് നവോത്ഥാന നായകരെ കുറിച്ച് പറയും അല്ലെ. ഇപ്പൊ നമ്മള് കാമചെറിയാനെ കുറിച്ച് ഇതിനകത്ത് ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലാതെയും പല പ്രത്യേകതകളും ആ സ്ത്രീക്കുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നവോത്ഥാന നായകരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വരും. VT ഭട്ടതിരിപ്പാടിനെയൊക്കെ നമ്മൾ ഇതിനകത്ത് ഒരു തവണയോ രണ്ട് തവണയോ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. മന്നത്ത് പത്മനാഭൻ, അതുപോലുള്ള ആൾക്കാരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നവോത്ഥാനത്തിന്റെ ഭാഗത്താണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിന് പുറമെ ഇപ്പൊ നമ്മൾ പഠിച്ചതിന് പുറമെ ഈ ഭാഗം പൂർണ്ണമാകണമെങ്കിൽ കേരളത്തിലെ അയിത്തോച്ചാടന പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കണം, കേരളത്തിലെ ഐക്യ കേരള പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കണം, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട നായകരെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടി ആവുമ്പോൾ മാത്രമേ ഈ ഭാഗം പൂർത്തിയാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ നിങ്ങൾക്ക് തിരുവിതാംകൂറിലെ ചരിത്രം പഠിക്കണം. അതായത് തിരുവിതാംകൂറിലെ ഭരണത്തെക്കുറിച്ച് പഠിക്കണം അല്ലെ. അത് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്രയിരുന്നാൾ വരെയുള്ള ഭരണാധികാരികളെ കുറിച്ച് പഠിക്കണം. അപ്പൊ ആ സ്ഥലത്താണ് നമ്മൾ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മലബാറിലെയും തിരുവിതാംകൂറിലെയും ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന ഭാഗത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ഇവിടം കൊണ്ടും അവസാനിപ്പിക്കരുത്. ഇതിന്റെ കൂടുതൽ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചേർത്തോണം. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചു അല്ലെ. 1920, 25, 27, 34, 37 5 തവണ കേരളം സന്ദർശിച്ചു. ഓരോ തവണ കേരളം സന്ദർശിക്കുന്നതിനും പിന്നിൽ ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും ആവുമ്പോഴത്തേക്കും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ദേശീയ പ്രക്ഷോഭങ്ങൾ കൂടി പൂർത്തിയാവുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്നുള്ള ടോപ്പിക്ക്, മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ, തിരുവിതാംകൂർ കൊച്ചിയിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ച് തീർത്തിരിക്കുന്നു. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഊർജം നമുക്ക് കിട്ടുകയുള്ളൂ. സഹകരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.